ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഷുഗർ ക്രേവിങ്സ് അല്ലെങ്കിൽ സ്വീറ്റ്സ് കഴിക്കാനുള്ളൊരു ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഡയറ്റ് ചെയ്യുന്നതിനിടയിൽ ഹെൽത്തി വേയിൽ സ്വീറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ഒരു ബാലൻസ്ഡ് മീൽ കഴിച്ചതിന് ശേഷം മാത്രം സ്വീറ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതായത് ബാലൻസ്ഡ് മീൽ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോട്ടീൻ, ഫാറ്റ്, ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളൊരു ബാലൻസ്ഡ് മീല്. അതിനുശേഷം നമ്മൾ സ്വീറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫൈബേഴ്സും പ്രോട്ടീൻസും എല്ലാതും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിൻ്റെ അബ്സോർപ്ഷനെ, അതായത് ഷുഗർ അബ്സോർപ്ഷനെ കുറയ്ക്കാനായിട്ട്, റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇൻസുലിൻ സ്പൈക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്, നമ്മുടെ ഈ ഫൈബേഴ്സും അതുപോലെ പ്രോട്ടീൻസും എല്ലാതും. അപ്പോൾ ഇൻസുലിൻ ലെവൽ നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഉയർന്നു നിന്നാൽ അത് നേരെ ഫാറ്റ് സ്റ്റോറേജിലേക്ക് പോകും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് എപ്പോഴും ഫൈബേഴ്സ്, പ്രോട്ടീൻ, ഫാറ്റ് അടങ്ങിയിട്ടുള്ളൊരു ബാലൻസ്ഡ് മീലിന് ശേഷം നമ്മൾ സ്വീറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ക്വാളിറ്റി ഉള്ള സ്വീറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, ക്വാണ്ടിറ്റിയിലേക്കാട്ടും ഉപരി. അതായത് ഇപ്പോൾ ഒരു ഫുൾ പാക്കറ്റ് ഓഫ് ബിസ്ക്കറ്റ് കഴിക്കുന്നതിനേക്കാട്ടും നല്ലത് ഒരു പീസ് ഓഫ് ഡാർക്ക് ചോക്ലേറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ജാഗരി, ശർക്കര ചേർത്തിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്പേഴ്സും കൺട്രോൾ ചെയ്ത് കഴിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പം ഒത്തിരിയായിട്ട് നമ്മൾ കഴിക്കാതിരിക്കുക. ക്രേവിങ്സ് അടക്കാനായിട്ടുള്ളത് നമുക്കിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഏറ്റവും ബെസ്റ്റാണ്. 70% എബോവ് കൊക്കോ കണ്ടൻ്റ് ഉള്ള ഡാർക്ക് ചോക്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾക്കിപ്പോൾ ഷുഗർ കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഇപ്പോൾ മീൽസിന് ശേഷമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇടനേര സമയങ്ങളിലൊക്കെയാണ് നമുക്ക് ഷുഗർ കഴിക്കാൻ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ, നമുക്കത് വേണമെങ്കിൽ ഒരു ഹെൽത്തി പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റിനൊപ്പം നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നട്ട്സ്, ഹെൽത്തി ആയിട്ടുള്ള നട്ട്സ്, ആൽമണ്ട് പോലുള്ള നട്ട്സിനൊപ്പം നമുക്കത് വേണമെങ്കിൽ കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീക്ക് യോഗട്ട് ഉണ്ടല്ലോ, ലോ ഫാറ്റ് ആയിട്ടുള്ള ഗ്രീക്ക് യോഗട്ടിനൊപ്പം നമുക്ക് സ്വീറ്റ് കഴിക്കാം. അപ്പോൾ അത് ഒത്തിരി പ്രയോജനപ്പെടും. ഈ ബ്ലഡ് ഷുഗർ സ്പൈക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രോട്ടീനൊപ്പം കഴിക്കുന്നത് ഏറ്റവും പ്രയോജനപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് പോർഷൻ കൺട്രോൾ ആണ്. പോർഷൻ കൺട്രോൾ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു ഫുൾ പാക്കറ്റ്, ഒരു പാക്കറ്റിനകത്ത് നിന്ന് നമ്മൾ എടുത്ത് കഴിക്കുന്നതിനേക്കാട്ടും ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തുകൊണ്ട് നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്കൊരു 20 to 30% നമുക്ക് നമ്മളെ തന്നെ അത് കൺട്രോൾ ചെയ്യാം. ഷുഗർ ഇൻടേക്ക് നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ഷുഗർ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് നമ്മൾ പ്ലേറ്റിലാക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പാക്കറ്റിൽ നിന്ന് നേരിട്ടെടുത്ത് കഴിക്കുന്ന ശീലം അത് നമ്മൾ ഒഴിവാക്കി നിർത്താനും ശ്രദ്ധിക്കാം. പിന്നെ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഷുഗർ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വീറ്റ്സ് കഴിക്കുമ്പം എപ്പോഴും വൈകുന്നേരം 7 മണിക്ക് മുൻപ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വൈകുന്നേരം ആവും തോറും അല്ലെങ്കിൽ 7 PM കഴിയും തോറും നമ്മളുടെ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ മെറ്റബോളിസം സ്ലോ ഡൗൺ ആവാറാണ് പതിവ്. അതായത് ഡേ ടൈമിലുള്ളതിനേക്കാളും നൈറ്റ് ടൈമിൽ നമ്മുടെ മെറ്റബോളിസം വളരെയധികം സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഷുഗർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്ലൂക്കോസ് സ്പൈക്കിനൊക്കെ നല്ലപോലെ ഇടയാക്കും. അതുപോലെ ഫാറ്റ് സ്റ്റോറേജ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് ഇൻസുലിൻ സ്പൈക്ക് കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 PM മുൻപേ തന്നെ നമ്മൾ സ്വീറ്റ്സ് കഴിക്കാനായിട്ട് കൂടുതലും ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ വേറൊരു അഡീഷണൽ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പം സ്വീറ്റ് ക്രേവിങ്സ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം ട്രൈ ചെയ്യുക, നല്ലപോലെ വെള്ളം കുടിക്കുക. കുറച്ച് നേരം ഒരു 1 or 2 glasses ഓഫ് വാട്ടർ നമ്മൾ കുടിച്ചതിന് ശേഷം ഒരു 10 minutes വെയിറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡീഹൈഡ്രേഷൻ വരുമ്പം നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ട്രിക്ക് ചെയ്യുന്നതാണ് ഷുഗർ കഴിക്കാനായിട്ട്. മിക്ക പേരിലും അങ്ങനെയായിരിക്കും. ഡീഹൈഡ്രേഷൻ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും വാട്ടർ ഇൻടേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം. വാട്ടർ ഇൻടേക്ക് കുറയുമ്പോഴാണ് മിക്കവരിലും ഈ ഷുഗർ ക്രേവിങ്സ് ആയിട്ട് അത് സിഗ്നൽ ചെയ്യുന്നത് ബോഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഷുഗർ ക്രേവിങ്സ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഷുഗർ ക്രേവിങ്സ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു ഷുഗർ ക്രേവിങ്സ് അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നതിനോടൊപ്പം എങ്ങനെ ഷുഗർ ക്രേവിങ്സ് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ, വീണ്ടും നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. അതുവരെ ബൈ.